ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി. നമുക്ക് അതിൻ്റെ ഈ ഓയിൽ കത്തുന്ന കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് സിലിണ്ടർ കിറ്റൊക്കെ മാറാൻ വേണ്ടി അയച്ചാണ് കേട്ടോ. അപ്പോൾ നിലവിൽ സിലിണ്ടർ കിറ്റ് നമ്മൾ പുതിയത് നമുക്കിപ്പോൾ കമ്പനി ആയിട്ട് നമുക്ക് ഒറിജിനൽ ഐറ്റം തന്നെയാണ്, നമുക്ക് ഒറിജിനൽ പാർട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. 3227 രൂപയാണ് നമുക്ക് അതിൻ്റെ സിലിണ്ടർ കിറ്റിന് തന്നെ കേട്ടോ. പിന്നെ നമുക്കത് ഈ വാൽവും അതേപോലെ തന്നെ വാൽവ് ഗേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ലേറ്റി കൊടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് 2 വാൽവും മാറ്റിയതാണ്. വാൽവ് ഗേഡ് ഒരെണ്ണത്തിന് അത്യാവശ്യം പ്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഗേഡ് ഒരെണ്ണം മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വരുന്ന ബെയറിങ് മാത്രമേ കംപ്ലയിൻറ്റ് ഉണ്ടായുള്ളൂ, അപ്പോൾ അത് മാത്രം നമ്മൾ മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ലേറ്റി കൊടുത്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നേക്കാണ്, അപ്പോൾ അതും ക്ലിയർ ചെയ്ത് സെറ്റാക്കണമുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ചൈനീസ് പോക്കറ്റും മാറുന്ന കൂട്ടത്തിൽ സസ്പെൻഷൻ ബെയറിങ് മാറിയാൽ മതി, അപ്പോൾ അതും കൂടി ക്ലിയർ ചെയ്തോളാൻ പറഞ്ഞ കാരണം അതിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സസ്പെൻഷൻ ഇവിടെ വരുന്ന ബെയറിങ്, ഇതിനകത്ത് 2 ബെയറിങ്ങും 2 കോളറും വരും, അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ചെയ്തു പോകുന്നുണ്ട്. അത് മാറ്റാൻ വേണ്ടി നമ്മൾ അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ സസ്പെൻഷൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പിട്ട് ഓട്ടയുണ്ട് കണ്ടോ ഈ സൈഡൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് ബലപ്പെടുത്താം. ഈ സൈഡ് ഉണ്ട്, ഈ സൈഡ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ 2 സൈഡും ഒന്ന് വെൽഡ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ പിന്നീട് നമുക്ക് അതുമിട്ട് വേറൊരു പണി ചെയ്യേണ്ടി വരരുതല്ലോ, അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ നാളെ വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇന്ന് 15, നാളെ 16-ാം തീയതി 16-ാം തീയതി വൈകിട്ട് ഒരു 5:30-ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു വർക്ക് അയക്കാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റൊക്കെ ഇട്ടേക്കാം വാട്സാപ്പിനകത്ത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങണേക്കാളും മുമ്പ് ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഓൾറെഡി കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.